ഈ അലോവേര പൂക്കൾ മാളുക്കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇത് രസാന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നാട്ടിൽ പക്ഷെ നമ്മൾ ഈ അലോവേര പൂക്കൾ കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ടാണ് ഈ അലോവേര ഇങ്ങനെ പൂത്ത് ഞാൻ കണ്ടത്. പൂത്ത് കണ്ടെങ്കിലും അതങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എനിക്കൊന്നൊരു ഡിസംബർ ആകുമല്ലേ ഇവർ നന്നായിട്ട് പൂക്കുന്നത്. ഇനി എനിക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. എന്താണെന്നറിയോ, നമ്മളെ തെങ്ങന്തൈ മേടിക്കാൻ ഐക്യ പോയില്ലേ, അവിടെ ചെന്നപ്പോൾ തെങ്ങന്തൈ കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ വിഷമിച്ച് തിരിച്ചു വരുമായിരുന്നു. അന്നേരം കാണാം ആ ഐക്യയുടെ ഫ്രണ്ടിൽ മൊത്തം അവർ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ അലവേര വെച്ച് പിടിപ്പിച്ചേക്കുന്നു. അത് മൊത്തം ഒന്നിച്ച് പൂത്ത് അലവേര പൂന്തോട്ടം. എന്ത് ഭംഗിയായിരുന്നു കാണാനറിയാവോ? അത് കണ്ടപ്പോ ഞാൻ ഓർത്തിയോ എനിക്ക് ഇത്ര അലവേര ഉണ്ടായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് മോളെ പുറകിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് ഇവിടെ നട്ടു വെച്ചു. ഇതുണ്ടോ, അവനെ ഇനിയിപ്പോ കൊണ്ടുവന്ന് നട്ടതാ. പിന്നെ കൊണ്ടുവന്ന് നട്ടു വെച്ചു, വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പൂത്ത് വരണം. ഇനി അമ്മ ഓർക്കുന്ന ഇവിടെ നിന്നിങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് നന്നായിട്ട് അലവേര കയറി വരാന്ന് പോലെ കൊടുത്താല് നല്ലതല്ലേ മോളെ? ഇവര് നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇവരെ ജ്യൂസ് അടിക്കാനും പിന്നെ അതിന്റെ ജെല്ല് തലയിൽ തേക്കാനും അല്ലായിരുന്നു ഉപയോഗിക്കുന്നുള്ളത്. ഞാനിത് നട്ടത് തന്നെ ഇതിന്റെ ജെല്ല് തലയിൽ തേക്കണം എന്ന് വിചാരിച്ചിട്ടാ. പിന്നെയാണ് ബാബുച്ചായൻ വന്ന് പറഞ്ഞത് ഇതിന്റെ ജെല്ല് നന്നായിട്ട് നാരങ്ങയും കൂടെ കൂട്ടി ജ്യൂസ് അടിച്ച് നല്ലതാണ്, ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞു. അമ്മച്ചി വന്നപ്പോ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ഇതിന്റെ ജെല്ല് ജ്യൂസ് അടിച്ച് ഒത്തിരി നല്ലതാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് ഔഷധ ഗുണമുണ്ട്. കണ്ടില്ലേ, നല്ല നല്ല തണ്ട. ഈ ഒരൊറ്റ തണ്ട് മതി, ഒരു ജ്യൂസിന് ഒരു തണ്ട് മതി. സൂപ്പറാണ്. നാരങ്ങയും കൂടെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇതുണ്ടോ മോളെ, ഇത് ഈ മുട്ട മോള് നോക്കി, ഇതിന്റെ സൈഡിലൊരു കുഞ്ഞു മുട്ട വന്നേക്കുന്നുണ്ട്. എന്താ സൂപ്പർ.